ബീഫിൻ്റെ പേരിൽ മാത്രം എത്ര പേരെ വധിച്ചു എന്ന് ഓർക്കണമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ ഇത്. ഓക്കെ, അപ്പോൾ ഷിജുവും ഒക്കെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ഗോപകുമാർ പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. നമസ്കാരം. തമിഴ്നാട്ടിലെത്തിയോ? ഇല്ല, തമിഴ്നാട്ടില് പോയില്ല. നാളെ ഒരു പൂരം ഉണ്ട് നമ്മുടെ നാട്ടില്, പരിയാനംപറ്റക്കാവ് പറയും, ചെറുപ്പശ്ശേരി. അത് ശരി. അവിടെ ഒരു പൂരം ഉണ്ട്. അപ്പൊ നാളെ അതുകൂടി കഴിഞ്ഞിട്ട് ചെറുപ്പശ്ശേരിക്കാർക്ക് ഈ പൂരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവിടെ ആനയെ കാണുക അല്ലേ? അയ്യോ, ഭയങ്കരാണ്. ഞങ്ങള് അങ്ങനെ ഒരുവിധം നമ്മൾ തട്ടകത്തിലെ പൂരം മാതിരിയാണ്, നമുക്ക് തട്ടകമാതിരിയാണ്. അപ്പൊ പൂരത്തിന് എന്താണ് അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? എന്താണ് പൂരത്തിന്? ഒരു നാളെ കാളവേലയാണ്. കാളവേല എന്ന് പറയും ഞങ്ങള്. കൃത്രിമ കാളകൾ. മറ്റൊന്ന് ആനയെ കൊണ്ടുള്ള പൂരം. അപ്പൊ അവിടെ പലപ്പോഴും ഈ നിങ്ങൾ വലിയ ആനകളെയൊക്കെ കൊണ്ടുവന്ന്, ആനകൾ വലുതാണ് എന്നാലും അവിടെ പേര് കേട്ട ആനകളെയൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ടല്ലേ ഈ പൂരത്തിന് ആ പ്രദേശത്ത്? തീർച്ചയായിട്ടും. മംഗലാംകുന്ന് അയ്യപ്പൻ, മംഗലാംകുന്ന് കർണൻ, മംഗലാംകുന്ന് ഗണപതി, അത് നമ്മൾ ഈ മംഗലാംകുന്ന് എന്ന് പറയുന്നതിന്റെ അടുത്താണ് എന്റെ വീട്. അവരുടെ വീട്ടിൽ തന്നെ 10-30-40 ആനകൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ കുറച്ച് കമ്മിയാണ്. അപ്പൊ ശ്രീ ഗോപകുമാർ ഒരു ആനപ്രേമിയാണോ? തീർച്ചയായിട്ടും ആന ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ടല്ലോ, ദേവാസുരം പറഞ്ഞ സിനിമ ഉണ്ടല്ലോ മോഹൻലാലിന്റെ, ആ പടം ഞങ്ങൾ ഈ അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പരിയാനംപറ്റക്കാവിലാണ്. ലാസ്റ്റ് മോഹൻലാല് അയാളുടെ കൈ വെട്ടുന്ന, ദേവാസുരത്തിൽ കൈ വെട്ടുന്ന സീനൊക്കെ ഉണ്ടല്ലോ. ഇല്ലല്ലേ, അതൊക്കെ നമ്മളെ ഈ അമ്പലത്തിലാണ് ഷൂട്ടിങ്. ഒരു 90% നമ്മളെ ഈ ഭാഗത്ത് കൂടെ ആയിരുന്നു ഷൂട്ടിങ്. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാലല്ലോ അപ്പൊ ബിസിനസ് ഒക്കെ എന്ത് സംഭവിക്കുക? അവിടെ പോകണം, നോക്കണ്ടേ? നോക്കണം. എന്തെങ്കിലും നാളെയും കൂടി കഴിഞ്ഞിട്ടാണ് പോവാന്ന് കണക്കൂട്ടി. നാളെ വൈകുന്നേരത്ത് ഒന്നൊന്ന് പോകണം. നാളെ ഒന്ന് പോയിട്ട് മറ്റന്നാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇലക്ഷനെ വരുള്ളൂ. അതാണ് ഉദ്ദേശം. അതെയോ? ശരി, ഓക്കെ. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോ ശ്രീ ഗോപകുമാർ, ഈ ന്യൂനപക്ഷ വിരുദ്ധർ അല്ലെങ്കിൽ മുസ്ലിമിനോട് താല്പര്യമില്ലാത്തവർ എന്നൊക്കെ തരത്തിലൊക്കെ വലിയ വിമർശനം നേരിട്ട BJP സർക്കാരിൻ്റെ ആ പ്രതിച്ഛായ മാറുന്നു എന്ന സൂചനയാണ് അങ്ങേക്ക് ഈ ചിത്രം കാണുമ്പോൾ തോന്നുന്നത്? അതോ ഇതൊരു തൽക്കാലം വന്ന ഒരു പരിപാടിക്ക് വന്ന് പ്രധാനമന്ത്രിയെ കണ്ടുവെന്നാണ് തോന്നുന്നത്? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിന്റെ സത്യാവസ്ഥ. അതായത് കാന്തപുരം അബൂബക്കർ ഒരു സംസ്ഥയുടെ ഒരു പ്രമുഖ സമുദായ നേതാവാണല്ലോ. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു 95 വയസ്സ്, 90+ വയസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും 90-95 വയസ്സുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നരേന്ദ്രമോദിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് കൂടെ ഒരു ആളും കൂടി ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ആയിട്ടുള്ള. ഈ സംഭാഷണം നടത്തുമ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ അതിന്റെ കൂടെ അജിത് ഡോവൽ പറഞ്ഞ നമ്മളെ ആളും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് എന്തോ ഒരു കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം എന്തോ ഇല്ലാന്നുണ്ടെങ്കിൽ അജിത് ഡോവലിനെ ഒരു കാരണവശാലും നരേന്ദ്രമോദിയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ഒരു ഇത് നടക്കുന്ന സമയത്തുള്ള ആളല്ല. അജിത് ഡോവൽ അവിടെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഇപ്പൊ ഇടയിൽ വന്ന് കേരളത്തിൽ വന്ന് ഒരു രഹസ്യ സന്ദർശനം കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട്. പിന്നെ മൂപ്പര് മൂപ്പരെന്ന് പറയാൻ പാടില്ല, വയസ്സായിട്ടുള്ള ഒരാളാണ്. നമ്മള് കാന്തപുരം പറഞ്ഞത്, പുറത്തു വന്ന് പത്രക്കാരോട് പറഞ്ഞത് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതമാണ്. ആ ഒരൊറ്റ ഡയലോഗ് മതി BJPക്ക് മുസ്ലിങ്ങളായിട്ടും ക്രിസ്ത്യാനികളായിട്ടും എല്ലാവരായിട്ടും ഒരേമാതിരിയുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത്. എല്ലാവരും പറഞ്ഞ് മാറ്റുക. മുസ്ലിം വിരോധികളാണ് BJPക്കാര്, സംഘികൾ അവർ വന്നു കഴിഞ്ഞാൽ ഇവര് പാകിസ്ഥാനിലേക്ക് നാട് കടത്തും, ക്രിസ്ത്യാനികൾ വെട്ടിക്കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ലാസ്റ്റ് അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് ക്രിസ്ത്യൻ മിഷണറികൾ ഉള്ള ആൾക്കാർ, അച്ഛന്മാര്, പള്ളിയിൽ അച്ഛന്മാരൊക്കെ നമ്മളെ പാർട്ടിയായിട്ട് കൂടുതൽ സഹകരിക്കുന്നു, കുറെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നു. വോട്ടല്ല മെയിന്. പക്ഷെ ഈ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. മൊത്തത്തില് BJP പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അല്ല ഇതിന്റെ പേര്. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSSന്റെ തലവനായിരുന്നു, RSSന്റെ നേതാവായിരുന്നു മോദിയെങ്കിലും കൂടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലേ മനുജി ഭരിക്കുന്നത്, ഇന്ത്യ ഭരിക്കുന്നത്. അല്ലാണ്ട് RSS അല്ലല്ലോ ഭരിക്കുന്നത്. RSSൽ ഉണ്ടായിരുന്ന ആൾ തന്നെ നരേന്ദ്രമോദി പറയുന്നില്ല. പക്ഷെ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല അതിന്റെ പേര്. ഭാരതീയ ഹിന്ദു പാർട്ടി എന്നാണോ? എന്റെ അറിവിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ്. അപ്പൊ എല്ലാവരും സബ്കെ സാത്ത് സബ്കാ വികാസ് എന്നാണ് നരേന്ദ്രമോദിയുടെ ഒരു ഇതന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് ആണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയല്ല ചെയ്യുന്നുള്ളൂ. ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പദ്ധതി, ക്രിസ്ത്യാനികൾക്ക് ഇല്ല ഇതില്, മുസ്ലിങ്ങൾക്ക് ഇല്ല, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും മുസ്ലിങ്ങൾക്കോ ഹിന്ദുക്കൾക്കോ ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ സഭ എങ്ങനെ ചാടിപ്പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും അപ്പോൾ ഉത്സവത്തിലൊക്കെ അവിടെ നമ്മുടെ ആളുകളോടൊക്കെ
അങ്ങയുടെ കൂട്ടുകാരോടൊക്കെ ഞങ്ങളുടെയും കൂടി ആശംസകൾ അറിയിക്കണം. ഉത്സവമൊക്കെ ഗംഭീരമാകട്ടെ. ആരെയൊക്കെ അവിടെ നന്നായി ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ ഇതിന്റെ മുന്നേ ഒരു തവണ ഒരു വലിയൊരു ഇത് നടത്തിയത് മനുജി എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ എന്തോ കട്ടായി പോയി. ഓക്കെ, അപ്പോൾ ചന്ദ്രൻ നായർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ചന്ദ്രൻ നായർ. മനു സാർ, നമസ്തേ. നമസ്കാരം സാർ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന രാഷ്ട്രീയ പ്രതിനിധികളുമായി നല്ല സൗഹൃദം ഇരു കൂട്ടർക്കും നല്ലതാണ് സാർ. അതിലൂടെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. കാന്തപുരം പ്രധാനമന്ത്രിയെ കണ്ടതിൽ യാതൊരു തെറ്റുമില്ല സാർ. അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് എന്റെ അഭിപ്രായം സാർ. അതുകൂടാതെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചത് സാർ, അതായത് നമ്മളുടെ മുരളീധരൻ സാർ ഒരു സയന്റിസ്റ്റ്, റിട്ടയർഡ് സയന്റിസ്റ്റ് ആണ്. കുറെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാർ. സെന്റർ ഫോർ എർത്ത് സയൻസ്, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ഒരു സയന്റിസ്റ്റ് ആണ് സാർ അദ്ദേഹം. ഓക്കെ സാർ, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ സുരേഷ് പട്ടേൽ 3641 മോദിജിക്ക് ഒരു ഹൃദയം, ചുവന്ന ഹൃദയങ്ങൾ 5 അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് പൊതുവേദിയുടെ ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ മിനി ടീച്ചർ എന്നോട് പറയുന്നത് ഗുഡ് ഈവനിങ് മനു സാർ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് പറഞ്ഞത് അവിടെ ടെലിഫോണിൽ ഒരുപാട് കോൾസ് വരുന്നതുകൊണ്ടായിരിക്കാം. മുരളീധരൻ നായർ പറയുന്നത് ന്യൂനപക്ഷം എന്ന വാക്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മാറ്റണം, അതിന് എന്തെങ്കിലും ഒരു പുതിയ നിർവചനം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. അത് മൈനോറിറ്റി എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൊതു വാക്കാണ്. അത് മാറ്റണോ? അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ശിവൻ കരോളി പിന്നെ എന്നോട് പറയുന്നത് മലപ്പുറം ജില്ല 2ആയി മുറിച്ച് ഉസ്താദിനെ ഏൽപ്പിച്ച് അതിനാണ് ചർച്ച നടത്തിയെന്ന്. എനിക്കറിയില്ല. ഷാജി ഭാസ്കർ ഏതായാലും ഗോപകുമാർ നല്ല അറിവുള്ള ആളാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിലവിൽ ബാറിൻ്റെ സമയം കൂട്ടി 10 to 12 ഇതുകൂടി പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരി, അതാ പറയുന്നത് രാജേഷാണ്. രാജേഷിന് ഈ ബാറിൻ്റെ സമയം കൂട്ടിയതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ രാജേഷ്, പക്ഷേ ബാറിൻ്റെ സമയം കൂട്ടുന്നതൊക്കെ കൊള്ളാം, അങ്ങോട്ടേക്ക് അധികം രാത്രിയൊന്നും പോകാതിരിക്കുന്നതാണ് നല്ലത്. അനിയൻകുട്ടൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ അനിയൻകുട്ടൻ, ചുരുങ്ങിയ വാക്കുകൾ. സാറേ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ പറയുന്നത് കേട്ടു, മതപണ്ഡിതന്മാരുടെല്ലാം നമ്മുടെ ഭരണകർത്താക്കളെ ചർച്ച നടത്തണമെന്ന്. ഈ 2024 മുമ്പ് ഇത് കണ്ടില്ലല്ലോ. 2024 ഇതിനു മുമ്പേ എവിടെ വെച്ച് കാണാനും തല്ലിക്കൊല്ലുക, കെട്ടിത്തൂക്കുക, ചുട്ടുകരിച്ച് കളയുക, അതായിരുന്നല്ലോ നടന്നത്. ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം BJPയും മോദിയും മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയോ? നെഹ്റുവിന്റെ കാലം മുതലുള്ള കോൺഗ്രസിന്റെ രീതിയും അവരുടെ പ്രവർത്തനവും അവര് ഇവിടെ രാജ്യം നടപ്പാക്കി അതേ ലൈന് ഇപ്പം കയറി വരിക. അല്ലെ ഇവർക്ക് പിടിച്ചു നിൽപ്പില്ല, രക്ഷയില്ല. കഴിഞ്ഞ ലോകസഭയിലുള്ള ആ സാഹചര്യം കണ്ടോ? 450 പിടിച്ച് കോൺഗ്രസിന് 14 സീറ്റ് 12 സീറ്റൊക്കെയല്ലേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.